യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്ര. സ്തുതികളെ മേൽ വസിക്കുന്ന കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിന് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മെ കരം പിടിച്ച് അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് സ്തോത്രം ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും നാം മുന്നോട്ട് പോകുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ ലജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ ദൈവ പൈതൽ നീ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതെ, ആ ഉറപ്പോടും ധൈര്യത്തോടു കൂടി കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. സ്വർഗത്തിലെ ദൈവം വലിയവ ചെയ്യും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഞെരുക്കത്തിൽ നിന്ന് രക്ഷിക്കും. ആമേ. സ്തോത്രം. അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം. ചില ഞെരുക്കങ്ങളുടെ മധ്യത്തിൽ, ചില പീഡയുടെ നടുവിൽ നാം നിലവിളിക്കുമ്പോൾ സ്തോത്രം, മറ്റുള്ളവരാൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുടെ നടുവിൽ നിന്ന് നാം നിലവിളിക്കുമ്പോൾ ആ നിലവിളിയെ മറികടന്നു പോകുന്നൊരു കർത്താവല്ല. ആ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ കഷ്ടതയുടെ പീഡനങ്ങളുടെ മധ്യത്തെ നിലവിളിക്കുന്ന ദൈവ പൈതലെ സകല കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുവാനായിട്ടിടയത്തീര. സകല ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുവാനായിട്ടിടയത്തീര. ഞെരുക്കം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ദൈവ പൈതലെ, അതിന്റെ മധ്യത്തിൽ നിങ്ങൾ നിലവിളിക്കുന്നവരാണോ? നിങ്ങളോട് പരിശുദ്ധാത്മൻ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്തുനിന്ന് ഒരു പുറപ്പാട് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 19 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നു രക്ഷിച്ചു. 13 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് കാണുന്നു. 28 കാണുന്നു: അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നു വിടുവിച്ചു. ഈ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് 3 പ്രാവശ്യം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു. കഷ്ടത കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കുവാനല്ല, ആകുലപ്പെട്ടിരിക്കുവാനല്ല, ഒരു ദൈവ പൈതൽ സ്തോത്രം ദൈവത്തിന്റെ നിലവിളിക്കണം എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. രാപ്പക്ക് തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തെ ദീർഘക്ഷമയുള്ളവൻ ആയാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ. നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, നിലവിളി കേട്ട് മറികടന്നു പോകാത്തൊരു സർവശക്തനായ ദൈവമുണ്ട്. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ വിശ്വങ്ങളുടെ നടുവി നിലവിളിക്കുന്ന ദൈവ പൈതലെ, നിന്നെ സകല ഞെരുക്കങ്ങളിൽ നിന്നും ഹല്ലേലൂയ ഒരു വിശാലതയിലേക്ക് സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ടിടയെത്തിര. അത് നീ അനുഭവിക്കുന്ന ഞെരുക്കത്തിന്റെ നടുവിൽ നീ നിലവിളിക്കുന്നില്ലേ? ഹല്ലേലൂയ. എന്ന് ഇതിനകത്തുനിന്നൊരു വിടുതൽ കിട്ടും, എപ്പോൾ ഇതിനകത്തുനിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദൈവ പൈതലെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് സകല ഞെരുക്കങ്ങളിൽ നിന്ന്, അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നീ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ചില കഷ്ടതയുടെ നടുവിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിക്കുവാനായിട്ടിടയായിത്തീരും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കഷ്ടതയുടെ പ്രയാസങ്ങളുടെ മധ്യത്തെ അതേ നാം ദൈവത്തോട് നിലവിളിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ പറയുവാനായിട്ട് ഇടയായി തീർന്ന അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു. അങ്ങനെയൊക്കെ നമുക്ക് നിലവിളിക്കാൻ
നിലവിളിക്കുവാൻ ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ മുമ്പാകെ ഞാനും നിങ്ങൾ നിലവിളിക്കണം. ഒരു മനുഷ്യന്റെ മുമ്പാകെ അല്ല നിലവിളിക്കേണ്ടത്, സഹായിപ്പാൻ കഴിയാത്തവരുടെ മുമ്പിലല്ല നിലവിളിക്കേണ്ടത്. ഏത് വിഷയത്തിനകത്തുനിന്ന് വിടുതൽ തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ നീ നിലവിളിക്കുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന പീഡകളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്ന്, നീ നാളുകളായി അനുഭവിക്കുന്ന ചില വേദനയുടെ നടുവിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിന്നെ അതിനകത്തുനിന്ന് വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ടിടയെ തീരാ. കഷ്ടത അനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് എന്നും ആ കഷ്ടതയിലും ഞെരുക്കത്തിലും വേദനയിലും അകപ്പെട്ടിരിക്കുവാനല്ല, നിലവിളിക്കുന്ന ദൈവ പൈതലിന് ഒരു പുറപ്പാടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിലവിളുടെ ടൈം കഴിഞ്ഞു, ഒരു പുറപ്പാടിന്റെ ടൈമിലത്രേ വന്ന് നിൽക്കുന്നതെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഇനി നീ നിലവിളിക്കുവാനിടയാകാത്തവണ ഒരു പുറപ്പാട്, ഞെരുക്കത്തിൽ നിന്നൊരു വിശാലതയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായിത്തീരും. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 3-ാം അധ്യായത്തിനകത്ത് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിൽ യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരമാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിനെ കാണുന്നു, അവിടെ കാണുന്നു സ്തോത്ര കഷ്ടത കാണുന്ന ഒരു ദൈവം. അവിടെ വ്യക്തമായി പറയുന്നു, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ സ്തോത്ര, അതെ, പീഡ അനുഭവിക്കുന്ന നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിന് ഒരു ഗാഠനിദ്ര കൊടുത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വന്നിട്ട് 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സര പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ സ്തോത്രം. ഒരു ദൈവ പൈതന്റെ പ്രത്യേകതയാണ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെപ്പറ്റി, അവരനുഭവിക്കാൻ പോകുന്ന വേദനയെപ്പറ്റി മുൻകൂട്ടി പറയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ അബ്രഹാമിനോട് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര വർഷം 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കുമെന്ന് പറയുന്നു. അവരെ പീഡിപ്പിക്കും. അങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 400 സംവത്സരം സ്തോത്ര മിസ്രൈമിന്റെ അടിമത്തത്തിൽ ഹല്ലേലൂയ തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത കടന്നു പോക്കേണ്ടി വന്നു. അതിന്റെ നടുവിൽ അവർക്ക് സ്തോത്രം ഹല്ലേലൂയ ജോസഫ് അറിയാത്തതായ ഒരു ഭരണം നിലവിൽ വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവർക്ക് പീഡകൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് അവർക്ക് വേദനകൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാഠിന്യമേറിയ ജോലികൾ അവരെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു അനുഭവം ഈ പീഡകൾ വർദ്ധിക്കും തോറും നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ജനം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഈ ജനത്തിന്റെ ഒരു വർധനവാണ് മിസ്രൈമിലുള്ളവർക്ക് ഒരു ഭയവും ഭീതിയും ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, എവിടെ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെ കഷ്ടത അനുഭവിക്കുന്നുവോ അവിടെ ദൈവജനം തകർന്നു പോക്കുകയല്ല, അവിടെ ദൈവജനം ശോഷിച്ചു പോക്കുകയല്ല, അവിടെ ഒരു വർധനവുണ്ട്. ഹല്ലേലൂയ. നീ അസാധാരണമായ രീതിയിൽ ചില പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നീ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചിലരുടെ മധ്യത്തിൽ നിന്ന് നിനക്ക് വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് ആർക്കുമില്ലാത്ത ചില വിടുതലുകൾ നിന്നെ കൂടി നടക്കിയ സ്തോത്ര, ആരിലും വെളിപ്പെടാത്ത ചില ദൈവ പ്രവർത്തികൾ, ദൈവിക വളർച്ചകൾ, ദൈവിക വിടുതലുകൾ സ്തോത്ര നിന്റെ മേൽ നടക്കുന്നത് കൊണ്ടാണ് ശത്രു നിന്നെ പീഡിപ്പിക്കുന്നതെന്ന് ഈ പകൽക്കാലം നീ അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. അത് ജനം വർദ്ധിക്കും തോറും എന്ത് ചെയ്യുന്നു? മിസ്രൈമ്യർ അവരെ പീഡിപ്പിക്കുക. സ്തോത്രം. അതിന്റെ നടുവിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. സ്തോത്ര. പീഡകൾ വർദ്ധിച്ചപ്പോ, കഷ്ടതകൾ വർദ്ധിച്ചപ്പോ, ഞെരുക്കങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ അവർ ആ പുറപ്പാടിന്റെ
ടൈം ആയി കഴിഞ്ഞപ്പോ അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. സ്തോത്ര, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില വേദനകളും പ്രശ്നങ്ങളും ഭാരങ്ങളും വരുമ്പോ മൗനമായിട്ടിരിക്കല. നീ പ്രാർത്ഥന റൂമിനകത്ത് കയറി നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തിനോട് നീ നിലവിളിച്ചു തുടങ്ങിയ. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ ചില പ്രവാസ കാലങ്ങളെ ദൈവം തൊമ്പരെ മാറ്റിക്കൊണ്ട് സ്തോത്ര, നിന്നെ പുറപ്പാടിലേക്ക്, നിന്നെ വിശാലതയിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ചു കയറ്റും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ അരുളപ്പാട് പറയുന്നു, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. 400 സംവത്സരമായിട്ട് തന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടതയെ കണ്ടതായ ദൈവം മൗനമായിട്ട് ഇരുന്നില്ല. സ്തോത്രം. നിന്റെ കഷ്ടതയെ ആരും കാണുന്നില്ലെങ്കിലും എന്റെ സ്വർഗത്തിലെ ദൈവം നീ അനുഭവിക്കുന്ന കഷ്ടത കാണുന്നുണ്ട്. നിന്റെ കഷ്ടത നീ മൂടി വെക്കുന്നുണ്ടായിരിക്കാം, നിന്റെ കഷ്ടത നീ ആരോട് പറയുന്നില്ലായിരിക്കാം, നിന്റെ കഷ്ടതയിൽ നീ സ്തോത്രം ആരോടും സ്തോത്രം ഒന്നും പെരുമാറുന്നില്ലായിരിക്കും. പക്ഷേ ദൈവ പൈതലേ, തന്റെ ജനത്തിന്റെ കഷ്ടതയെ കണ്ടതായ ദൈവം ഇന്ന് ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ ജോലിമുഖത്ത് അനുഭവിക്കുന്ന കഷ്ടത, നീ ആയിരിക്കുന്ന ദേശത്ത് നീ അനുഭവിക്കുന്ന കഷ്ടത, നിന്നെ ഞെരിക്കുന്ന ഞെരുക്കത്തെ എന്റെ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടെന്നാ ഈ പ്രഭാതത്തിൽ നിന്നോട് വിളിച്ചു പറയുന്നത്. കാണുന്ന ദൈവം മൗനമായിട്ടിരിക്കില്ല. കാണുന്ന ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ടിടയെത്തില്ല, നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയെത്തില്ല. ചിലർ നിമിത്തം നീ പീഡ അനുഭവിക്കുന്നില്ലേ? അതേ സ്തോത്രം, നിന്റെ ഭവനത്തിനകത്ത് വേദന അനുഭവിക്കുന്നില്ലേ? നിന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടെ കാണുന്നു, എന്റെ ജനത്തിന്റെ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ ജനമാ, ദൈവ അപ്പന്റെ മക്കളാ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ നിറയുമ്പോ നമ്മോടൊപ്പം കരയുന്ന ഒരു കർത്താവ്, നിന്റെ മനസ്സിടറുമ്പോ മനസ്സ് നോവുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. നീ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നെടുപാട് വിടുമ്പോ പ്രശ്നങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, മൗനമായിട്ടിരിക്കുന്ന ഒരു കർത്താവല്ല. ടൈമുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ മുമ്പ് വിടുതലയക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഊഴിയ വിചാരമാർ നിമിത്തമുള്ള അവരെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ചിലർ നിമിത്തമായിട്ട്, ഹല്ലേലൂയ, അവർ അനുഭവിച്ചതായ നിലവിളി, നിന്റെ സ്വന്തം കാര്യം കൊണ്ടല്ല നീ നിലവിളിക്കുന്നത്. ചിലർ നിമിത്തമായിട്ട്, ചില പീഡിപ്പിക്കുന്ന നിമിത്തം അനുഭവിച്ചുകൊണ്ട്, ചിലർ നിന്നെ കഷ്ടപ്പെടുത്തുന്ന കഷ്ടതയിൽ നിന്നുകൊണ്ട്, ചിലർ നിന്നെ വേദനിപ്പിക്കുന്ന വേദനകൾ കൊണ്ടുകൊണ്ട്, നീ ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ പഴിച്ചാരുന്നത് കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള, ഹല്ലേലൂയ, അവരുടെ നിലവിളി, ഹല്ലേലൂയ, ചിലർ നിമിത്തമുള്ള നീ നിലവിളിക്കുന്ന, നിന്റെ ഭവനത്തിനകത്ത് ചിലർ നിമിത്തം ഉയരുന്ന നിലവിളി, ചിലർ, ഹല്ലേലൂയ, നിന്റെ വേദനിപ്പിക്കുന്നവർ നിമിത്തമുള്ള നിലവിളി ഉയരുമ്പോ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വചനത്തിൽ പറയുന്നു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി. ഹല്ലേലൂയ. ആരുടെ നിമിത്തമാണോ നീ നിലവിളിക്കുന്നത്, അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുന്നു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. പലപ്പോഴും കഷ്ടത അറിയാറുണ്ട്, വേദന അനുഭവമുണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ, ചിലർ നിമിത്തം നീ പീഡിപ്പിക്കപ്പെടുമ്പോ, പീഡനങ്ങൾ അനുഭവിക്കുമ്പോ, ഞെരുക്കങ്ങൾ അനുഭവിക്കുമ്പോ, നിന്റെ ഉള്ളിനകത്ത് കടന്നു വരുന്ന ഒരു സങ്കടമില്ലേ, ആരോട് പറയാതെ. സ്തോത്രം. നീ സ്നേഹിച്ചവരിൽ നിന്ന്, സ്തോത്രം, നീ കരുതിയവരിൽ നിന്ന്, സ്തോത്രം, ചില വേദനിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചില സങ്കടങ്ങളെ, സ്തോത്രം, പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ സങ്കടവും കൊണ്ട് നീ മുന്നോട്ട് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവരെ ആ ദേശത്ത് നിന്ന്, അവരെ മിസ്രൈമയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും, ആ ദേശത്ത് നിന്ന് വിശാലമായ ദേശത്തേക്ക് കൊണ്ടുപോകും
പോകേണ്ടതിനായിട്ട്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കഷ്ടത അനുഭവിക്കുന്ന, ഞെരുക്ക അനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ദൈവ പൈതലെ, എന്നും നിന്നെ അവരെ കയ്യിലിട്ട് കൊടുക്കല. അബ്രഹാമിനോട് യഹോവയെ ദൈവം എന്താ പറഞ്ഞത്? സ്തോത്രം. 400 സംവത്സരം സ്തോത്രം അവർ ആ ദേശത്ത് പാർത്തുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അവരെ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. പക്ഷെ ആ ഒരു 400 സംവത്സരം കഴിഞ്ഞപ്പോ തന്റെ സ്വന്തം ജനത്തെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ചില വേദനകളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾക്ക് ദൈവം ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞ നിന്നെ തൊടാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് ദൈവം അനുവദിച്ചു കൊടുക്കില്ല. ദൈവം ഒരു 400 സംവത്സരം ഇസ്രായേൽ ജനതയ്ക്ക് പീഡയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ, ഒരു ടൈം വച്ചിരുന്നുവെങ്കിൽ, അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ആ 400 സംവത്സരം കഴിഞ്ഞപ്പോ തന്റെ സ്വന്തം ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന കഷ്ടതയായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, ഞെരുക്കങ്ങളായിരിക്കാം, പീഡകളായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചില നിമിത്തമുള്ള പീഡകൾ അവസാനിക്കുവാൻ സമയമായി, ചില നിമിത്തമുള്ള കഷ്ടതകൾ അനുഭവിക്കുവാൻ സമയമായി, ചിലർ നിമിത്തമുള്ള സങ്കടങ്ങൾ അവസാനിക്കുവാൻ സമയമായി. എന്റെ സ്വർഗത്തിലെ ദൈവ നിന്നെ പുറപ്പെടുവിക്കുന്ന ടൈം അത്രേ. ഹല്ലേലൂയ. ഇനി നീ ചിലയിടത്ത് കടന്ന് നിന്റെ ആധിപത്യം ചിലർത്തിക്കൊണ്ടിരുന്ന ഹല്ലേലൂയ ചില മിസ്രൈമിന്റെ ആധിപത്യങ്ങളുടെ അവസാനിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു പുറപ്പാടിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവ നിന്നെ കരം പിടിച്ചു കയറ്റുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. ചില അടിമത്വങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പൊട്ടിക്കുക. നിന്നെ അടിമയാക്കി വച്ചിരുന്ന നുഖങ്ങൾ കൊണ്ടിട്ട് നിന്നെ മുന്നോട്ട് പോകാൻ കഴിയാതെ, നിന്റെ കുടുംബത്തിന് തലയൂർന്ന് നിൽക്കുവാൻ കഴിയാതവനാ ശത്രു നിന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, ചില അടിമത്വങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പൊട്ടിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കിയ, ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാ. സ്തോത്രം. ദൈവം പറഞ്ഞ ഒരു സംവത്സരം, 400 സംവത്സരം അത് കഴിഞ്ഞപ്പോ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ ഇസ്രായേൽ ജനതയെ ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴും അതേ സ്തോത്രം അവർ എന്ത് ചെയ്തു? കൂടെ വരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. പിറകെ വരുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ ഇസ്രായേൽ ജനം നിലവിളിച്ചു ദൈവത്തോട്. അതേ സ്തോത്രം. ദൈവത്തോട് നിലവിളിച്ച സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മോശ മുഖാന്തരം യഹോവ ഇടപെട്ടു. അവരോട് മുന്നോട്ട് പോകാൻ പറയുക. സ്തോത്ര. അവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ചെങ്കടലിനെ രണ്ടാക്കി വിഭാഗിച്ചുകൊണ്ട് ദൈവം അവരെ അക്കരെ എത്തിച്ചു. പക്ഷേ പീഡനങ്ങൾ കൊടുക്കുവാൻ, അടിമത്വത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുവാനായിട്ട് കടന്നു വന്ന മിസ്രൈമേയും കൂട്ടനെയും അതെ ഇവരെ ഇസ്രായേൽ ജനതയെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതി ചെങ്കടലിൽ മുക്കിക്കളയുവാൻ ഇടയാക്കി തീർത്തുവെങ്കിൽ, നിന്റെ അടിമത്വങ്ങൾ അവസാനിക്കുന്ന ടൈമില് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ശത്രു നിന്നെ അടുക്കുവാൻ ഇടയാക്കാത്തവണ, ശത്രു നിന്റെ പാളയത്തിനകത്ത് കാലെടുത്ത് വയ്ക്കുവാൻ ഇടയാക്കാത്തവണ എന്റെ ദൈവം തമ്പുരാ അശേഷം മുടിപ്പിച്ചു കളയുവാനായിട്ട് ഇടയത്തിര. അതുകൊണ്ട് ആ തിരുവചനത്തിൽ പറയുന്നത്, ദുഷ്ടന്റെ ഇടം നിക്ക നോക്കും, അവനെ കാണുകയില്ല. സ്തോത്ര. നിന്നെ നശിപ്പിക്കുക, നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പതിയിരുന്ന സകല മിസ്രൈമിന്റെ ആധിപത്യങ്ങളെ ചില കുടുംബങ്ങളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മായി പൽക്കാലം പൊട്ടിച്ചു മാറ്റുകയാ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനം കണ്ടു. എന്താ? സ്തോത്ര. ചെങ്കടൽ കരയിൽ ചത്തു വീണ് കിടക്കുന്നത് അവിടെ വചനത്തിൽ കാണുന്നു. പുറപ്പാട് 14 അധ്യായത്തിലേക്ക് കാണുവാൻ സാധിക്കുന്നു. 30 വാക്യത്തിൽ ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമെ കടക്കരെ ചത്തിളിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. ഇന്ന് നിനക്കായി ഒരുക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവാൻ പരിശുദ്ധാത്മാവിനെ ദൂത വിളിച്ചു പറയാ. ചില ഞെരുക്കങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില വേദനകൾ നിന്നെ തകർത്ത് കാണുമായിരിക്കാം. പക്ഷേ ആ ഒരു
ടൈം കഴിഞ്ഞു പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരിക്കുക. ആ ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവം നിന്നെ വിടുവിക്കുക. സ്തോത്ര ഹല്ലേലൂയ. അതെ, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചിലത് വിടുവിക്കുക. അവിടെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു, ഹല്ലേലൂയ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവേ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോ ദൈവജനമേ, നീ ദൈവത്തോട് നിലവിളിച്ചാ മതി. മനുഷ്യരുടെ മുമ്പാകെ ചെന്ന് നിലവിളിക്കണ്ട. നീ ദൈവത്തോട്, നിന്നെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവത്തോട് നീ നിലവിളിക്കുവാൻ തയ്യാറാക്കുമ്പോ സ്തോത്രം ഹല്ലേലൂയ, നിനക്ക് വേണ്ടി യുദ്ധസന്നദ്ധനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഒരു ദൈവ പൈതന് വേണ്ടി അതെ ഒരു ടൈം കഴിയുമ്പോ ഹല്ലേലൂയ പിന്നെ അവനെ തൊടുവാൻ അനുവദിച്ചു കൊടുക്കാതെ വേണ അവന്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന, അവനെ പിൻപറ്റുന്ന സകല മിസ്രൈമിനെയും ചെങ്കടൽ താഴ്ത്തിക്കൊണ്ട് സ്തോത്രം നിന്നെ പുറപ്പാടിലേക്ക് ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയെത്തിരും. അത് ഞെരുക്കത്തിന് വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നേ, നിലവിളിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടും. നീ ചില വിഷയങ്ങൾ ഓർത്ത് നിലവിളിക്കുന്നില്ലേ, കരയുന്നില്ലേ, സങ്കടപ്പെടുന്നില്ലേ, ആര് കാണുന്നില്ലല്ലോ കർത്താവേ, എത്ര നാളായി ഞാൻ നിലവിളിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നില്ലേ? ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, 400 സംവത്സരം കഴിഞ്ഞു, അത് കഴിയാതെ പോയില്ല. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ ആ 400 സംവത്സരം കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിശ്ചയിച്ച ടൈം കഴിഞ്ഞു. ഇനി നിനക്കൊരു പുറപ്പാടാ, നിനക്കൊരു വിടുതല. ചിലതിന്റെ കരത്തിൽ നിന്ന് പരിശുദ്ധാത്മ നിങ്ങൾ പുറത്തെടുക്കുക. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്രം, ചിലർ നിമിത്തമായിട്ട് നീ അനുഭവിച്ച ചില വേദനകൾ, ചിലർ നിമിത്തമായിട്ട് നീ സങ്കടപ്പെട്ട ടൈമിനെ ദൈവം മാറ്റിയിട്ട് ഞെരുക്കത്തിനൊരു വിശാലതയിലേക്ക്, അതേ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ഇസ്രായേൽ ജനതയെ വഴി നടത്തിയതായ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം ആരൊക്കെ കരം പിടിച്ചുകൊണ്ട് നിന്റെ വാഗ്ദത്തത്തിലേക്ക് ദൈവം തമ്മിൽ കരം പിടിച്ച് കയറ്റിയ എന്തിന് ദൈവ പൈതലേ നീ ഞെരുക്കം അനുഭവിച്ച് കഷ്ടത അനുഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്ന് നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ അത്രേ. ഹല്ലേലൂയ. അതേ, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കടൽ എന്ന് പറയുന്ന വഴിയെ തുറന്നതായ ദൈവം അവരെ പിൻപറ്റി വന്ന മിസ്രൈമ്യരുടെ നാശത്തിന് ആ ചെങ്കടൽ വരെ എത്തുവാനേ കഴിഞ്ഞോളൂ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുവരെ പറ്റിയുള്ളൂ, അതിനപ്പുറം തൊടാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പിന്നെ ആ ദുർവരം വിട്ട ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ ജനതയ്ക്കും മിസ്രൈമിനും നടുവിൽ ഒരു അടയാളം വച്ചുകൊണ്ട് വചനത്തിൽ ഇപ്രകാരം കാണുക സാധിക്കുന്നു, ഒരു നായുടെ നാവ് പോലും അനങ്ങാൻ ദൈവം ഇടയാക്കിയില്ല എങ്കിൽ അത് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്ര, നിനക്കെതിരായി ചലിച്ചുകൊണ്ടിരുന്ന, നിനക്കെതിരായി സ്തോത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സകലതിനെ നിർമൂലമാക്കിക്കൊണ്ട് സ്തോത്രം നിനക്ക് സ്വസ്ഥത അനുഭവിക്കേണ്ടതിനായി സകല ഞെരുക്കങ്ങളിൽ നിന്നും എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ രക്ഷിച്ചു പുറത്തെടുക്കിയ ഹേരോദാവിന്റെ കയ്യിൽ നിന്നും സകല യഹൂദ ജനതയുടെ പ്രതീക്ഷയിൽ നിന്ന് പൗലൂസിനെ വിടുവിച്ചു പുറത്തെടുത്തതുപോലെ പീഡനയും കഷ്ടതയും ഞെരുക്കവും സങ്കടവും അനുഭവിക്കുന്ന ദൈവജനത്തെ ദൈവം രക്ഷിച്ചു പുറത്തു കൊണ്ടുവരും. അങ്ങനെക്ക് നിലവിളിക്കുന്ന ദൈവ പൈതലേ, അത് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ പുറപ്പാടിന്റെ ടൈം അത്രേ, നിന്റെ വിടുതന്റെ ടൈം അത്രേ. അതുകൊണ്ട് ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാം, കർത്താവ് നിന്നെ വിടുവിച്ച് പുറത്തെടുക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇവരനുഭവിക്കുന്ന കഷ്ടത, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ കർത്താവേ, നിലവിളിയുടെ അനുഭവങ്ങൾ കർത്താവേ, അബ്രഹാമിനോട് യഹോവേ ദൈവം പറഞ്ഞു 400 സംവത്സരം അവർ തന്റെ ജനത്തെ പീഡനത്തിൽ കൂടി കടത്തിവിടുക. ഹല്ലേലൂയ. എന്നാൽ ആ 400 സംവത്സരം കഴിഞ്ഞപ്പോ തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് നിലവിളി കേട്ട് അപ്പൊ അവരുടെ സങ്കടത്തെ അറിഞ്ഞ് സ്വർഗത്തിൽ അപ്പൻ ഇറങ്ങി വന്നവരെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അപ്പൊ ആ നാളുകളായി വർഷങ്ങളായി തന്റെ ജനം അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങൾ, ചില കഷ്ടതകൾ, സങ്കടങ്ങളിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ അവരെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരേണ്ടതിനാൽ എന്റെ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടതയിൽ നിലവിളിക്കുമ്പോ അവരെ സകല ഞെരുക്കുകളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ.
ഇവരെ ദൈവം ആരാണെന്ന് സകലരും കാണേണ്ടതിനായി എന്റെ കർത്താവിന്റെ കരം ചലിക്കണം. ദൈവാത്ഭുതം പ്രവർത്തിക്കണം. ജനത്തിന്റെ കഷ്ടതകളെ ദൈവം മാറ്റിക്കൊടുക്കണം. ജനത്തിന്റെ വേദനകളെ ദൈവം മാറ്റിക്കൊടുക്കണം. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. കൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.